ബേസിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആയിരുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഹാർഡ്വെയർ എന്താണ്, മെഷീൻ പാർട്സ് എന്താണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, സോഫ്റ്റ്വെയർ എന്നാൽ എന്താണ്, ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടാക്കും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡുകൾ ഒരു സംഗതി ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക, അത് പിന്നെ പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുക എന്നത് ഒരു ജോലി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. അതിനുള്ള കമാൻഡുകൾ നമ്മൾ ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജിൽ എഴുതി കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറുകൾ എയും ബിയും രണ്ട് നമ്പറുകൾ തന്നിട്ട് അതിനെ നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്ന എത്രയാണെന്ന് കാണിക്കുക, അതിനെ ആൻസറിനെ പ്രിന്റ് ചെയ്ത് എടുക്കുക. ഇതൊരു ജോലിയാണ്. അത് ചെയ്യുവാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നു. ഇത് ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജ് ബേസിക് ആണ്. അതിനായിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പഠിച്ചത്. അപ്പോൾ ഞാൻ ചർച്ചുകെട്ടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതുവഴി നടന്നു പോകും. കുറേ അധികം ദൂരം നടന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനം ഒരു കെട്ടിടത്തിൻ്റെ 15 മുകളിലേക്കുള്ള ഒരു നമ്പറിലായിരുന്നു, 18 19 നമ്പറിലായിരുന്നു ഈ സ്ഥാപനം ഉണ്ടായിരുന്നത്. അവിടേക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറി പോയി അത് പഠിച്ച് ഒരു മാസത്തെ ഒരു ഹ്രസ്വകാല കോഴ്സായിരുന്നു. അത് പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നരിമാൻ പോയിന്റിൽ പോയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നരിമാൻ പോയിന്റിൽ പോയിട്ട് ഞാൻ തിരികെ വരുന്ന വഴിയും അങ്ങോട്ട് പോകുന്ന വഴിക്കും ഞാൻ അതിൻ്റെ പല ഭാഗങ്ങളിൽ കൂടെ നടന്നു വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എയർ ഇന്ത്യയുടെ കെട്ടിടവും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കെട്ടിടവും മറ്റും കണ്ടത്. അതുപോലെ തന്നെ ഹോട്ടൽ ഒബറോയി, അത് റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ആണ്. മേൽവശം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് 360 ഡിഗ്രിയിൽ കറങ്ങുന്നതാണ്. അപ്പോൾ പല സമയങ്ങളിൽ മുംബൈയുടെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും കറങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ കണ്ട് ഒക്കെ നടന്ന് വരുന്നതുകൊണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഹെഡ് പോസ്റ്റ് ഓഫീസ്, അത് അവിടെ നരിമാൻ പോയിന്റിലാണ്. അങ്ങനെ നടന്നു വന്നിട്ട് ഇത് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മറൈൻ ഡ്രൈവ് വഴിയും ഞാൻ നടന്നു പോയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലവും മനോഹരമായ കാഴ്ചകളുമാണ് നരിമാൻ പോയിന്റിൽ. ഈ നരിമാൻ പോയിന്റ് റെസിഡൻഷ്യൽ ഏരിയ അല്ല. അവിടെ ആൾക്കാർക്കൊന്നും താമസിക്കാൻ പറ്റില്ല. ഓഫീസുകൾ മാത്രമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ